ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ സവാള, ക്യാരറ്റിന് പകരമായിട്ട് ഞാനിന്ന് നമ്മുടെ പൊട്ടറ്റോയാണ് ചേർത്തത്. പിന്നെ ചെറിയ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. മറ്റ് വെജിറ്റബിൾസ് ഒന്നും അധികം അങ്ങനെ ചേർത്തിട്ടില്ല. കടുക് ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അല്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു. നോർമലി എല്ലാവർക്കും അറിയുന്നതാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്മാവ്. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിനാവശ്യത്തിനുള്ള റവ ചേർത്തു, കറക്റ്റ് പാകത്തിന്. അതിനിടയ്ക്ക് വെച്ചിട്ട് നാളികേരം ചേർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ കറക്റ്റ് പാകത്തിന് റവ ചേർത്ത് അതിനെ കറക്റ്റ് ആ വെള്ളം പോകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ചെയ്ത രീതി പറഞ്ഞതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് കോമ്പിനേഷൻ കഴിക്കാനായിട്ടുള്ളത്, തലേ ദിവസം രാത്രി ഞങ്ങൾ കഴിക്കാനായിട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ട്. പിന്നെ ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി, കുറച്ച് പപ്പടമൊക്കെ കാച്ചി, എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് കഴിച്ചു. അപ്പോൾ അതിനുശേഷം നേരെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് നാത്തൂൻ്റെ വീട്ടിലേക്കായതുകൊണ്ട് പെട്ടെന്നെല്ലാം ചടപടേന്ന് ചെയ്ത് തീർത്തു. മാത്രമല്ല, ഇതിനിടയ്ക്ക് തലേദിവസം ഒരു ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കഴിച്ചിട്ടാണ് പോയത്. ഇതെല്ലാം കുറച്ചേ കഴിച്ചു. ഇതെല്ലാം ഒരുമിച്ച് കഴിച്ചു. ഒരുപാട് ക്വാണ്ടിറ്റി കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര സൂപ്പർ ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കനും വറുത്ത ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. നാത്തൂൻ്റെ മോളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പിടിക്കണതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരി ചിരിക്കുന്നതാണ്. പിന്നെ പഴയ കുറേ ഫോട്ടോസൊക്കെ കണ്ടു, എൻ്റെ ഹസ്ബൻഡിനെയും നാത്തൂനെയും അവരുടെയൊക്കെ പഴയ ഫോട്ടോസൊക്കെ അവിടെ ആൽബം ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്തൊന്ന് നോക്കിയതാണ്. അതാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. പുള്ളിയുടെയൊക്കെ പഴയ കാലത്തെ ഫോട്ടോയൊക്കെ കാണാനൊരു രസം, അതുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി.